വെൽക്കം ബാക്ക് ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ UG ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലേ ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു കോഴ്സിൽ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ, നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. അപ്പം കമ്മ്യൂണിക്കേഷനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ടൈപ്പ് ഓഫ് അല്ലേ പല ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്തു. ദെൻ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, പിന്നെ നമ്മുടെ ബോഡി അതുപോലെ മാസ് കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ, പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പല ടൈപ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലാംഗ്വേജിൻ്റെ ഹ്യൂമൻ ലാംഗ്വേജിനെ കുറിച്ച് അല്ലെ, ലാംഗ്വേജ് എന്താണ്, ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഓരോ ഫീച്ചേഴ്സ് അല്ലെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് സെക്ഷൻ കൂടിയാണ് പറയാൻ ബാക്കിയുണ്ടായിരുന്നത്, ഒറിജിൻ ഓഫ് ലാംഗ്വേജ് അല്ലെ. എങ്ങനെയാണ് ലാംഗ്വേജ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഭാഷ ഉണ്ടായത്, എവിടെ നിന്നാണ് ഈ ഒരു ഭാഷ വന്നത്, ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് നോക്കാം. ഒറിജിൻ ഓഫ് ലാംഗ്വേജ് നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ പ്രധാനമായിട്ടും ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഇതിൽ 5 തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ബൗ തിയറി, ദെൻ ഡിങ് ഡോങ് തിയറി, പൂപ്പു തിയറി, യോഹിഹോ തിയറി, ഗെസ്റ്ററൽ തിയറി. ഈ 5 തിയറീസാണ്. ഈ 5 തിയറീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോ തിയറീസ് പറയുന്നുണ്ട്. ലാംഗ്വേജ് ഉണ്ടായതിനെ കുറിച്ച്, മനുഷ്യഭാഷ രൂപപ്പെട്ടതിനെ കുറിച്ച് ഇങ്ങനെ ഈ 5 തിയറികളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓരോരോ തിയറികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബൗ തിയറിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാംഗ്വേജ് ഉണ്ടായതെന്ന് പറയുന്നു. ഡിങ് ഡോങ് തിയറി പ്രകാരമാണ് ലാംഗ്വേജ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ തിയറി പ്രകാരവും ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓരോന്നും ഈ ഓരോ തിയറിയും എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ബൗ തിയറിയാണ്. അപ്പോൾ എന്താണ് ബൗ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സ് മുള്ളർ, എ ഫിലോളജിസ്റ്റ് ആൻഡ് ലിംഗ്വിസ്റ്റ്, പബ്ലിഷ്ഡ് എ ലിസ്റ്റ് ഓഫ് ദീസ് തിയറീസ് ഇൻ ദി മിഡ് 19th century. ബൗ ഡിങ് ഡോങ് പൂപ്പു. അപ്പം മാക്സ് മുള്ളർ എന്ന് പറയുന്ന ഫിലോളജിസ്റ്റ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റ് ആണ്. 3 തിയറീസാണ് അദ്ദേഹം ഈ ഭാഷ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം 3 തിയറീസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നാണ് ഈ ബൗ തിയറി, ഡിങ് ഡോങ് തിയറി, പൂപ്പു തിയറി. ആദ്യത്തെ 3 തിയറീസും ഇദ്ദേഹമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, മാക്സ് മുള്ളർ. ഓക്കെ. അപ്പോൾ ബൗ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറി എന്നും പറയാം. അപ്പോൾ പേര് തന്നെ നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. അതായത് ആദ്യം ഭാഷ ഉണ്ടായത് എങ്ങനെയാണ്, ഈ ഒരു തിയറി പ്രകാരം ഭാഷ ഉണ്ടായത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് നേച്ചറിലുള്ള പ്രകൃതിയിലെ ഓരോ സൗണ്ടുകളിൽ നിന്നാണ്, പക്ഷികളുടെയും അല്ലെ, വെള്ളത്തിൻ്റെ ഒഴുക്ക് അല്ലെ, അതുപോലെ പക്ഷികളുടെ സൗണ്ട്സ്, കിളികളുടെ ഒച്ച അല്ലെ, ഇതിൽ നിന്നൊക്കെയാണ് എന്താ മൃഗങ്ങളുടെ ഒച്ച അല്ലെ, ഇതിൽ നിന്നൊക്കെയാണ് അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ വാക്കുകൾ ഉണ്ടാവുകയും പിന്നെ അതിൽ നിന്ന് അങ്ങനെ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു തിയറീൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം അങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ബൗ തിയറി ഈസ് ഓൾസോ നോൺ ആസ് നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറി. ദ ബൗ തിയറി ഈസ് ലാർജ്ലി ഡിസ്ക്രെഡിറ്റഡ് ആസ് ആൻ അക്കൗണ്ട് ഓഫ് ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. പക്ഷേ ഇത് ഫസ്റ്റത്തെ തിയറി ആയതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇങ്ങനെ സൗണ്ട്, നേച്ചുറൽ സൗണ്ട്സ്, പ്രകൃതിയിലെ ശബ്ദങ്ങളിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്ന് പറയുന്ന ഈ ഒരു തിയറീനെ അത്ര വൈഡ് എല്ലാവരും അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇത് ഒരുപാട് പേര് ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു അല്ലെ, ഈ ഒരു തിയറി എതിർത്തിട്ടുണ്ടായിരുന്നു, റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതൊന്നും ഭാഷ ഉണ്ടായതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഈ ബൗ തിയറിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. So some contemporary theories suggest that general imitative abilities may have been played a important role in the evolution of language. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് വരും തിയറിയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താണ്, ഇപ്പോൾ ചില തിയറിയിൽ പറയുന്നത് ഇമിറ്റേഷൻ ആണ്, ഇങ്ങനെ ഓരോ സൗണ്ടുകളെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ലാംഗ്വേജ് ഉണ്ടായി എന്നും പറയുന്നുണ്ട്. ഓക്കെ. ഇനി വരും തിയറിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു തിയറിയിൽ പ്രധാനമായിട്ടും ബൗ തിയറി പ്രകാരം ലാംഗ്വേജ് ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് നാച്ചുറൽ സൗണ്ട്സ്, പ്രകൃതിയിലെ ശബ്ദങ്ങളിൽ നിന്നാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ. അതായത് ഇൻ സിമ്പിൾ വേർഡ്സ്, ഇമിറ്റേഷൻ ഓഫ് ദ സൗണ്ട്സ് ഇൻ നേച്ചറിലെ ആ ഒരു സൗണ്ട്സിൽ നിന്നാണ് അല്ലെ, പ്രകൃതിയിലെ ഓരോ ശബ്ദങ്ങളിൽ നിന്നാണ് എന്താ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ബൗ തിയറിയിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ബൗ തിയറി അല്ലെങ്കിൽ നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറി. നെക്സ്റ്റ് ഡിങ് ഡോങ് തിയറി. ഡിങ് ഡോങ് തിയറിയിൽ എന്താ പറയുന്നത്, എ തിയറി ദാറ്റ് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഔട്ട് ഓഫ് എ നാച്ചുറൽ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഓഫ് സെൻസ് പെർസെപ്ഷൻ ആൻഡ് ദി വോക്കൽ നോയ്സസ് വിച്ച് വർ പാർട്ട് ഓഫ് ഏർലി ഹ്യൂമൻസ് റിയാക്ഷൻ ടു ദം. കമ്പയർ ബൗ തിയറി, പൂപ്പു തിയറി. അതായത് ഈ ബൗ തിയറിയും
എന്താ പറയുക, ഡിങ് ഡോങ്, ബൗവൗ തിയറി പ്രകാരം എന്താണ് ലാംഗ്വേജ് ഉണ്ടായിട്ടുള്ളത് പ്രകൃതിയിലെ ശബ്ദങ്ങളിൽ നിന്നാണ്. ആദ്യം ഈ നാച്ചുറൽ സൗണ്ട്സിൽ നിന്നാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ബൗവൗ തിയറി പറയുന്നത്. സെക്കൻഡ് തിയറി, നമ്മളുടെ ഡിങ് ഡോങ് തിയറിയിൽ പറഞ്ഞ ഈ പ്രകൃതിയിലെ സൗണ്ട്സിൽ ഇതിനെ, അതായത് പ്രകൃതിയിലെ ഓരോ ശബ്ദങ്ങളെ അനുകരിച്ചുകൊണ്ട് മനുഷ്യർ ആദിമ മനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഓരോ ശബ്ദങ്ങളെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി, അത് അനുകരിച്ച് പറയാൻ തുടങ്ങി, അവർ ഇമിറ്റേറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഹ്യൂമൻ ലാംഗ്വേജ്, അങ്ങനെയാണ് മനുഷ്യഭാഷ ഉണ്ടായത് എന്നാണ് ഡിങ് ഡോങ് തിയറിയിൽ പറയുന്നത്. ഇമിറ്റേഷനിലൂടെ, അതായത് പ്രകൃതിയിലെ സൗണ്ട്സ് അത് കേട്ട് അത് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പറഞ്ഞ് അങ്ങനെ ലാംഗ്വേജ് ഉണ്ടായി എന്നുള്ളതാണ് ഡിങ് ഡോങ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഡിങ് ഡോങ് കണ്ടേ, ആ ഒരു പേര് കണ്ടില്ല. അപ്പോൾ ഹിപ്പോത്തസിസ് ബേസിസ് ദ ഒറിജിൻസ് ഓഫ് ലാംഗ്വേജ് ഓൺ ഒണോമറ്റോപ്പി. അപ്പോൾ ഈ ഡിങ് ഡോങ് അത് ആ ഒരു ഇമിറ്റേഷൻ, മനുഷ്യരെ പ്രകൃതിയിലെ സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്നാണ് ഈ ഡിങ് ഡോങ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പം this idea states that language began when humans started naming objects after a relevant sound that was already involved in their everyday life. ഇപ്പോൾ കാക്ക അല്ലെ, ഈ പക്ഷി നമുക്കറിയാം, കാക്കയുടെ കരച്ചിൽ കാ എന്ന് പറയുന്ന, അതിൽ നിന്ന് കാക്ക. അപ്പം അങ്ങനെ മെല്ലെ അപ്പോൾ ഈ പ്രകൃതിയിലെ ഓരോ പക്ഷികളുടെ സൗണ്ടിൽ നിന്ന് അല്ലെ, ഇപ്പം കാക്ക എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഓക്കെ അത് കാക്ക എന്ന് അതിന് പേരിട്ട്, അങ്ങനെ ആ പ്രകൃതിയിലെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പേര്, അതിൽ നിന്ന് അങ്ങനെ ആ ഒരു വാക്കെടുത്ത് അതിന് ആ പക്ഷിക്ക് ആ പേരിട്ട് കൊടുത്ത്, അങ്ങനെ മനുഷ്യര് അങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇമിറ്റേഷനിലൂടെയാണ് പ്രകൃതിയിലെ സൗണ്ട്സ് കേട്ട് അത് പറഞ്ഞ് അത് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ലാംഗ്വേജ് ഭാഷ ഉണ്ടായത് എന്നാണ് ഡിങ് ഡോങ് തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ പൂപ്പു തിയറി എന്താണെന്നുള്ളത് നോക്കാം. പൂപ്പു തിയറി പ്രകാരം ലാംഗ്വേജ് ഉണ്ടായത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. പൂപ്പു is a fallacy in informal logic that consists of dismissing an argument as being unworthy of serious consideration. അപ്പോൾ പൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ POOH അതിൻ്റെ ഫുൾ ഫോം എന്താണ്, പുൾ ഔട്ട് ഓഫ് ഹോൾ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പൂപ്പു തിയറിയിൽ പറയുന്നത് എന്താണ്, എ സ്പെക്കുലേറ്റീവ് തിയറി ദാറ്റ് ഹ്യൂമൻ ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ഇമോഷണൽ എക്സ്ക്ലമേഷൻസ് ഓഫ് പെയിൻ, പ്ലഷർ, സർപ്രൈസ് എക്സെട്ര. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ നമ്മൾ ഔ എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ എനിക്ക് വേദന അല്ലേ, അയ്യോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസ് വരുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ വാവ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഭയങ്കര അങ്ങനെ ഓരോ എക്സ്ക്ലമേറ്ററി ആശ്ചര്യപ്പെടുന്ന ഓരോ ശബ്ദങ്ങൾ നമ്മൾ വായിൽ നിന്ന് വന്ന് പിന്നെ അത് വാക്കുകളായി, അങ്ങനെയാണ് മെല്ലെ ലാംഗ്വേജ് ഭാഷ ഉണ്ടായത് എന്നുള്ളതാണ് ഈ പൂപ്പു തിയറി പ്രകാരം പറയുന്നത്. അതായത് നമുക്കിപ്പോൾ പെയിന് അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം, പ്ലഷർ, സന്തോഷം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് അല്ലേ, നമുക്ക് ആശ്ചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വേദന, പെയിൻ ഉണ്ടാകുമ്പോൾ, അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പുറപ്പെടുവിക്കുന്ന കുറച്ച് സൗണ്ട് ഉണ്ടാവുമല്ലോ അല്ലേ, അപ്പോൾ ആ സൗണ്ടിൽ നിന്നാണ് പിന്നെ ലാംഗ്വേജ് ഉണ്ടായത് എന്നാണ് പൂപ്പു തിയറിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യോഹിഹോ തിയറി. യോഹിഹോ തിയറി പ്രകാരം ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ മനുഷ്യർ അത്രയും ഭാരം പിടിച്ച് ഇപ്പോൾ ഈ ലോഡ് കയറ്റുക അല്ലെ, മരം മുറിച്ച് മരക്കഷ്ണങ്ങൾ, തടിക്കഷ്ണങ്ങൾ ലോറിയിലേക്ക് കയറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ഭാരിച്ച ജോലികൾ ചെയ്യുമ്പോൾ മനുഷ്യർ ആ ഒരു സ്ട്രെസ്, അവരുടെ ആ ഒരു ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ സൗണ്ട്സ് ഉണ്ടാക്കും അല്ലേ, ഇങ്ങനെ യോ ഹി അങ്ങനെ ഐലേസ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൗണ്ട്സ് ഉണ്ടാക്കും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ലോഡ് കയറ്റുന്ന ആളുകൾ അല്ലേ, അവരിങ്ങനെ കൂട്ടായിട്ട് ആ ഒരു വെയിറ്റ്, അവർക്ക് ആ ഒരു ഭാരം അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അവരിങ്ങനെ പറയും അല്ലേ ഓരോരോ വാക്ക്. അപ്പം അങ്ങനെ പറഞ്ഞ്, അപ്പം അതുപോലെയുള്ള ഇത്തരം സൗണ്ടുകളിൽ നിന്ന് അങ്ങനെ ആ ഭാരിച്ച ജോലികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ, അതിൽ അങ്ങനെ ഓരോ വാക്കുണ്ടായി, പിന്നെ അതിൽ നിന്ന് ലാംഗ്വേജ് ഉണ്ടായി എന്നുള്ളതാണ് യോഹിഹോ തിയറി പറയുന്നത്. ഓക്കെ, the Yohiho theory proposes that language and speech started with the grunts and groans as well as chants and rhythmic sounds. Okay, അപ്പോൾ അങ്ങനെ ഓരോ അലർച്ചകൾ, അങ്ങനെ ഓരോ ഭാരിച്ച പണികൾ എടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ട്സ്, അതിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്നാണ് യോഹിഹോ തിയറി പറയുന്നത്. ഓക്കെ, if you have ever lifted anything heavy, you might have let out a groan or other kind of sound. This theory claims language came from the sounds we made while doing hard work. അപ്പോൾ നമ്മൾ അത്രയും ഭാരിച്ച ജോലികളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ, ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അല്ലെ, ഇങ്ങനെ വലിയ ഭാരമുള്ള വസ്തു ചുമക്കുമ്പോൾ അല്ലെങ്കിൽ ലോഡ് കയറ്റുമ്പോൾ ഒക്കെ ആളുകൾ ഭയങ്കര സൗണ്ട്സ് എന്തെങ്കിലും ഒരു പ്രത്യേക തരം വാക്കുകൾ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ആ ഒരു ഭാരം കൊണ്ട് അല്ലേ. ആ ഒരു ഭാരിച്ച ജോലികൾ ചെയ്യുമ്പോൾ ആ ഒരു ഭാരം കൊണ്ട് അവർ പുറപ്പെടുവിക്കുന്ന സൗണ്ട് ഉണ്ടാവുമല്ലോ,
അതിൽ നിന്നാണ് ലാംഗ്വേജ് ഭാഷ ഉണ്ടായതെന്നാണ് യോഹിഹോ തിയറി പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഗസ്റ്ററൽ തിയറി. ഗസ്റ്ററൽ തിയറി പറയുന്നത് നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ നീ ഇങ്ങനെ നമ്മൾ ആക്ഷൻ കാണിക്കുമല്ലോ. ഇതാ ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലല്ലേ, കൈ കൊണ്ട് അല്ലെ. ഇപ്പോൾ നീ എന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ ചൂണ്ടുന്നു, ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൈ, അപ്പോൾ നമ്മളിങ്ങനെ ഫിംഗർ കൊണ്ട് അല്ലേ നമ്മൾ വിരലുകളും കൈയൊക്കെ യൂസ് ചെയ്ത് ആക്ഷൻ കാണിച്ച് ഗസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ട് അങ്ങനെ സംസാരിച്ച്, മനസ്സിലായോ? അങ്ങനെയാണ് ലാംഗ്വേജ് ഭാഷ ഉണ്ടായത്. പിന്നെ അത് വാക്കുകൾ, നീ ഞാൻ, അങ്ങനെ ആ ഗസ്റ്റർ ആക്ഷൻ പിന്നെ വേർഡ്സ് ആയി, ആ വേർഡ്സ് പിന്നെ ലാംഗ്വേജ് ആയി. അതാണ് ഗസ്റ്ററൽ തിയറി പറയുന്നത്. ഓക്കെ, ഗസ്റ്ററൽ തിയറി പ്രകാരം അങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഗസ്റ്ററൽ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഹ്യൂമൻ ലാംഗ്വേജ് വാസ് developed from gestures that were a primitive form of communication. അപ്പോൾ ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഏറ്റവും ബേസ് ഘടകം അല്ലേ, ഏറ്റവും ബേസിക് ലെവൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ആക്ഷൻസ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാണിച്ച് അതിൽ നിന്നാണ് പിന്നെ ഈ ഹ്യൂമൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്ത് ഗസ്റ്ററൽ തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗസ്റ്ററൽ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? കോണ്ടില്ലാക് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് ഈ ഒരു ഗസ്റ്ററൽ തിയറി ഓഫ് ലാംഗ്വേജ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, കോണ്ടില്ലാക് എന്ന് പറയുന്ന ഒരു സ്കോളറാണ്. കോണ്ടില്ലാക് ആസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് സ്കോളേഴ്സ് ടു പുട്ട് ഫോർത്ത് എ ഗസ്റ്ററൽ തിയറി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ കോണ്ടില്ലാക് എന്ന് പറയുന്ന അല്ലെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനായിരുന്നു കോണ്ടില്ലാക്. കോണ്ടില്ലാക് എന്ന പണ്ഡിതനാണ്, അദ്ദേഹമാണ് ഈ ഗസ്റ്ററൽ തിയറി കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ ഒരു ഗസ്റ്ററൽ തിയറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഗസ്റ്ററൽ തിയറി പ്രകാരം മനുഷ്യഭാഷ എന്താണ് എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് മനുഷ്യഭാഷ ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ഗസ്റ്ററൽ തിയറി പ്രകാരം എന്താണ് മനുഷ്യഭാഷ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ആക്ഷൻസിൽ നിന്നാണ്, ഗസ്റ്റേഴ്സിലൂടെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം കണ്ടില്ലേ, ഐ ആസ്ക് യു അല്ലേ, ഇങ്ങനെ അതുപോലെ യു ആസ്ക് മീ, കണ്ടില്ലേ ഇങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടി അങ്ങനെ ഓരോ ആക്ഷൻസ് ഒക്കെ കാണിച്ച് അങ്ങനെ പിന്നെയാണ് എന്ത് ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ടുള്ളത് എന്നാണ് ഗസ്റ്ററൽ തിയറി പ്രകാരം പറയുന്നത്. 2 types of evidence support this theory. അപ്പോൾ ഈ ഒരു ഗസ്റ്ററൽ തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 തെളിവുകളുണ്ട്. അപ്പോൾ ഗസ്റ്ററൽ ലാംഗ്വേജ് ആൻഡ് വോക്കൽ ലാംഗ്വേജ് ഡിപ്പെൻഡ് ഓൺ സിമിലർ ന്യൂറൽ സിസ്റ്റംസ്. എക്സാമ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ഗസ്റ്റേഴ്സ് ആർ. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഗസ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഗസ്റ്റേഴ്സിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നത് വേവിങ് അല്ലെ, വേവിങ് എന്ന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വേവ് ചെയ്യുക, അതുപോലെ സല്യൂട്ട് ചെയ്യുന്നത്, ദെൻ ഹാൻഡ് ഷേക്ക് അല്ലെ, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്, ദെൻ പോയിന്റിങ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ നിനക്ക് ചൂണ്ടുക അല്ലെ, നമ്മളൊരാളെ ചൂണ്ട നിനക്ക് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത്, പോയിന്റിങ് ചെയ്യുന്നത്, അതുപോലെ തംസപ്പ് കാണിക്കുന്നത്, ഇതൊക്കെയാണ് എന്ത് കമ്മ്യൂണിക്കേറ്റീവ് ഗസ്റ്റേഴ്സിന് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ വോളണ്ടറി ഗസ്റ്റേഴ്സ്, ഇൻവോളണ്ടറി ഗസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, നമ്മൾ അറിയാതെ മീൻസ് നമ്മളുടെ കൺട്രോളിലല്ലാത്ത ഇതിനെയാണ് നമ്മൾ, അതായത് നമ്മളുടെ മസിൽ കൺട്രോളിലല്ലാത്തതിനെയാണ് ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനാണ് വോളണ്ടറി എന്ന് പറയുക അല്ലേ. വോളണ്ടറി ആക്ഷൻ, ഇൻവോളണ്ടറി ആക്ഷൻ ഒക്കെ നമുക്ക് അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ വോളണ്ടറി ഗസ്റ്റേഴ്സ് ഉണ്ട്, ഇൻവോളണ്ടറി ഗസ്റ്റേഴ്സ് ഉണ്ട്. വേവിങ് ടു എ ഫ്രണ്ട് വുഡ് ബി ആൻ ഇന്റൻഷണൽ മെത്തേഡ് ഓഫ് സേയിങ് ഹലോ. അപ്പോൾ നമ്മളൊരു ആളെ കാണുമ്പോൾ, നമ്മളുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ, നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കൊണ്ട് വേവ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതെന്താണ് ഹലോ അല്ലേ. നമ്മൾ ആ ഹലോ എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണമാണ്, അതിൻ്റെ ഒരു ഇൻറ്റൻഷനാണ് കാണിക്കുക. ഹലോ പറയാനുള്ള ഒരു ഇൻറ്റൻഷനാണ് നമ്മളിങ്ങനെ ആ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്, അങ്ങനെ ഹാൻഡ്സ് വേവ് ചെയ്യുന്നതുകൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ആക്ഷൻസ് ഗസ്റ്റേഴ്സിലൂടെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഗസ്റ്ററൽ തിയറി പറയുന്നത്. സോ ഇങ്ങനെ ലാംഗ്വേജിൻ്റെ ഒറിജിൻ പ്രധാനമായിട്ടും നമുക്ക് 5 തിയറീസിലൂടെയാണ് ഈ ടെക്സ്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒരുപാട് തിയറീസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള നമുക്ക് ഇതിൽ 5 തിയറീസ് കാര്യമായിട്ട് നോക്കിയാൽ മതി. ബൗവവ് തിയറി, ഡിങ് ഡോങ് തിയറി, പൂപ്പു തിയറി, യോഹിഹോ തിയറി, ഗസ്റ്ററൽ തിയറി. ഓക്കെ, അപ്പോൾ ബൗവവ് തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലേ, അപ്പോൾ ഈ ബൗവവ് തിയറി, അതുപോലെ ഡിങ് ഡോങ് തിയറി, പൂപ്പു തിയറി, ആദ്യത്തെ 3 തിയറീസും ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? മാക്സ് മുള്ളർ എന്ന് പറയുന്ന ഒരു ഫിലോളജിസ്റ്റ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റ് അല്ലേ, ഫിലോളജിസ്റ്റ് ആയിരുന്നു, ലിംഗ്വിസ്റ്റ് ആയിരുന്നു. ഇത് രണ്ടുമായിരുന്നു അദ്ദേഹം. മാക്സ് മുള്ളർ എന്ന് പറയുന്ന അല്ലെ ഫിലോളജിസ്റ്റും ലിംഗ്വിസ്റ്റുമായിട്ടുള്ള അല്ലെ മാക്സ് മുള്ളർ ആണ് ഈ ബൗവവ് തിയറി, ഡിങ് ഡോങ് തിയറി, പൂപ്പു തിയറി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് നൂറ്റാണ്ടിൽ? മിഡ് 19th സെഞ്ച്വറി അല്ലെ, 19ാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം ആ ഒരു മധ്യ സമയത്ത് അല്ലെ ആണ് അദ്ദേഹം ഈ 3 തിയറികളും കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 3 തിയറീൻ്റെ ബേസിലും ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ബൗവവ് തിയറി ആണെങ്കിൽ ആദ്യം പ്രകൃതിയിലെ ഓരോ സൗണ്ടിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന്, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചെടികളുടെയും അല്ലെ ഓരോ പ്രകൃതി വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന അല്ലെ പ്രകൃതിയിലെ ശബ്ദങ്ങളിൽ നിന്നാണ് ഭാഷ രൂപം കൊണ്ടിട്ടുള്ളത്, ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് എന്ത്
ഈ ബൗവൗ തിയറിയിൽ പറയുന്നത്. ദെൻ ഡിങ് ഡോങ് തിയറി പ്രകാരം എങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടായിട്ടുള്ളത്? ഡിങ് ഡോങ് തിയറിയിൽ പറയുന്നത് ഭാഷ ഈ പ്രകൃതിയിലെ സൗണ്ട്സ് ഓരോ ശബ്ദങ്ങൾ കേട്ട് മനുഷ്യർ പിന്നെ അത് ആ വാക്കുകൾ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഡിങ് ഡോങ് തിയറിയിൽ പറയുന്നത്. പൂപ്പു തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വേദനയോ സന്തോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സൗണ്ട്സ് ഉണ്ടാക്കും അല്ലേ? നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മളെ മേലൊന്നും നൊന്തു അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കരച്ചിൽ അല്ലെങ്കിൽ ഒരു സൗണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് അല്ലെ, ഭയങ്കര ആശ്ചര്യപ്പെടുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് നമ്മൾ കണ്ടാൽ നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കും അല്ലെ, ഹൗ അല്ലെങ്കിൽ വാവ്, അല്ലെങ്കിൽ നമ്മൾ പേടിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അയ്യോ പോലുള്ള അങ്ങനത്തെ സൗണ്ടുകൾ. അങ്ങനെയാണ് ഭാഷ ഉണ്ടായത് എന്നാണ് പൂപ്പു തിയറിയിൽ പറയുന്നത്. യോഹിഹോ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരിച്ച ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന സൗണ്ട്സ് അല്ലെ, ഇപ്പോൾ ഈ ലോഡൊക്കെ കയറ്റുമ്പോൾ അല്ലെങ്കിൽ ഭാരിച്ച എന്തെങ്കിലുമൊക്കെ നമ്മൾ പൊക്കുമ്പോൾ നമ്മൾ ഹൈലേസാന്നൊക്കെ പറഞ്ഞല്ലേ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ വാക്കുകളിൽ നിന്ന് അല്ലെ, അങ്ങനത്തെ ഓരോ സൗണ്ടുകളിൽ നിന്നാണ് ഭാഷ ഉണ്ടായത് എന്നാണ് യോഹിഹോ തിയറിയിൽ പറയുന്നത്. ഗസ്റ്ററൽ തിയറിയിൽ പറയുന്ന ആക്ഷൻസിലൂടെ അല്ലെ, കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രിമിറ്റീവ് ഫോം, ഏറ്റവും ആദ്യത്തെ രൂപം എന്ന് പറയുന്ന ആക്ഷൻ കാണിക്കലാണ് അല്ലെ. അപ്പം ഇങ്ങനെ ആ ആക്ഷൻസിലൂടെ ഗസ്റ്റേഴ്സിലൂടെ അങ്ങനെ പിന്നെ ഓരോ വാക്കുകൾ ഉണ്ടായി. അതിൽ നിന്നാണ് പിന്നെ ആ ഒരു ലാംഗ്വേജ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതെന്നാണ് ഗസ്റ്ററൽ തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് കാര്യങ്ങൾ അല്ലേ, എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വെർബൽ, നോൺ വെർബൽ, അതുപോലെ മാസ് കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, ലാംഗ്വേജിൻ്റെ മീനിങ്, ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ആണ് ഇപ്പോൾ നമ്മൾ ഫൈനലി ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത്. സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ വീണ്ടും മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. താങ്ക് യു ഓൾ.